മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ ഫോളോ ചെയ്ത് സത്യങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കണ്ണന്റെ കാറ് ഫോളോ ചെയ്ത് പോകുമ്പോൾ അവനാണെങ്കിൽ പോകുന്നത് മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിന്റെ വീട്ടിലേക്കാണ്. ഉണ്ണിയും അതേസമയം അവിടേക്ക് പോകുന്നു. അങ്ങനെ ഉണ്ണിയെ കാണുമ്പോൾ അനന്തുവും ലേഖയും കണ്ണനും മഹിയും എല്ലാവരും വഴക്കിടുന്നത് പോലെയും ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണി പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ കെട്ടിയ താലി വലിച്ചെറിഞ്ഞ് അന്തസ്സോട് കൂടിയിട്ട് ജീവിക്കാൻ നോക്ക്, ഏട്ടന്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന ഉണ്ണിയാവട്ടെ കണ്ണനോട് പറയുകയാണ്, നമുക്ക് അവരെ കൊന്നു കളയാൻ വേണ്ട, അതാകുമ്പോ യാതൊരു പ്രശ്നവുമില്ല, സ്വത്തുക്കളെല്ലാം ഏട്ടന് തന്നെ വന്നു ചേരും, പിന്നെ അവരുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഇത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, പ്ലാൻ ചെയ്തോ, എന്താന്ന് വെച്ചാ കൂടെ ഞാനുണ്ടാവും എന്നൊക്കെ. അങ്ങനെ കണ്ണനാണെങ്കിൽ ആകെ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഉണ്ണിയും മേഘനാഥനെ പോലെ ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. പിന്നീട് ഉണ്ണിക്കാണെങ്കിൽ ചെറിയ ഡൗട്ട് തോന്നുകയാണ്, എന്തിനായിരിക്കും അയാൾ അവിടേക്ക് ചെന്നത്. അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഉണ്ണി പോകുമ്പോൾ അവിടെ വെച്ച് ആ കടക്കാരനാണെങ്കിൽ കുറേയേറെ ഫ്രൂട്ട്സുമായിട്ടാണ് കണ്ണൻ അവിടെ നിന്നും പോയതെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഉണ്ണി ആകെ ഷോക്കാവുകയാണ്. കാരണം ഗർഭിണിയായിരിക്കുന്ന മഹിയെ കാണാൻ പോകുമ്പോൾ എല്ലാ തരം ഫ്രൂട്ട്സും വാങ്ങിയിട്ടാണ് കണ്ണൻ പോയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. അധികം മണ്ടന്മാരാവാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു നാടകം പൊളിക്കണമെന്നും അവൻ കരുതുകയാണ്. പിന്നീട് കണ്ണനാവട്ടെ മാർക്കോയെ വിളിച്ചു വരുന്നുണ്ട്. മാർക്കോയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അവൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുകയാണ്. കാരണം ഞാൻ അനന്തുവിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്താണ് അവൻ അവിടേക്ക് കയറി വന്നത്. ഭാഗ്യവശാൽ ഞാൻ അനന്തുവിന്റെ വീട്ടിനകത്തേക്ക് കയറി പോയില്ല. ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ, അവനെ സൂക്ഷിക്കണം സാറേ, മേഘനാഥനേക്കാളും മറ്റു ശത്രുക്കളെക്കാളൊക്കെ തന്നെ കൂർമ്മ ബുദ്ധിയുള്ളവനാണ് ഈ ഉണ്ണി. അവന്റെ മനസ്സിൽ നേരിയ ഡൗട്ട് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുള്ളൂ. പിന്നെ അവന്റെ ഭാര്യയുടെയും അപമാനം ഏറ്റുവാങ്ങി നടക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദേഷ്യവും പകയൊക്കെ അവനിൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ, ഉണ്ട് മാർക്കോ, കാരണം ഇന്ന് അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മഹാലക്ഷ്മിയെ തീർക്കണമെന്ന്. അതിനുള്ള പ്ലാനിങ്ങൾ ഇടാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന്. കാരണം അതെന്റെ മഹിക്ക് ഉപകാരമേ ചെയ്യുള്ളൂ. എന്തെന്ന് വെച്ചാൽ എല്ലാ പ്ലാനും കേട്ടതിന് ശേഷം അവളെ രക്ഷിക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുന്നോടിയായിട്ട് എന്നോട് പറയും എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ, ആ ഉണ്ണിയെ എനിക്കൊന്ന് കാണണം സാറേ. മേഘനെ പോലെ തന്നെ ഇരുട്ടടി അവന് കൊടുക്കണം. ആ പ്രതാപനും മുത്തശ്ശിയൊക്കെ തൽക്കാലം ഒരു ഒതുങ്ങിയിരിക്കും. കാരണം ഞാൻ അന്ന് ചെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, ഇനി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മകളുടെ ചോര വീഴുമെന്നാണ്. അതിലവരൊന്ന് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പെട്ടെന്നൊന്ന് മഹാലക്ഷ്മിക്ക് നേരെ കത്തി ഉയർത്തി അവർ വരില്ല എന്നൊക്കെ മാർക്കോ പറയുന്നു. എന്തായാലും കർണം പറയുന്നുണ്ട്, മാർക്കോയുടെ ശ്രദ്ധ എപ്പോഴും ഒന്ന് വേണം, അതുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൽ ചുറ്റിലും ശത്രുക്കളാണ്, പേടി തോന്നുന്നുണ്ട്. അനന്തുവിന്റെ വീട്ടിൽ പോലും ഇപ്പൊ മഹി സേഫ് അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ആകെ ഒരു സമാധാനക്കേടെന്നൊക്കെ പറയുമ്പോൾ, ഏയ് സാറ് പേടിക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് മാർക്കോ പറയുന്നു. അങ്ങനെ രാത്രി സമയങ്ങളിൽ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഇറങ്ങി നടക്കുന്ന ആ ഒരു സ്വഭാവം സ്ഥിരമാവുകയാണ്. അതൊക്കെ തന്നെ കണ്ണന്റെ അച്ഛന്റെ പണികളാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ എങ്ങോട്ടെന്നല്ലാതെ ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ അന്വേഷിച്ച് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നില്ല. മോഹിനിയെ വിളിക്കുകയാണ്, എടി മോഹിനി, എന്റെ മോനെ കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, എവിടേക്ക് പോവാനാ, ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, അവൻ ഉറപ്പായിട്ടും രാത്രി ഇനി പുറത്ത് പോവില്ല. കാരണം ആ കണ്ണന്റെ അച്ഛനെ കണ്ടതിന് ശേഷം അവൻ ആകെ ഭയത്തിലായിരുന്നു. എനിക്ക് പിന്നെ കണ്ണന്റെ അച്ഛൻ വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ മോഹിനി പറയുന്നു. അത്രയ്ക്കും ദ്രോഹങ്ങളല്ലേ അയാളോട് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ, ദേ കരുനാക്കു വളച്ചൊന്നും പറയാൻ നിൽക്കല്ലേ, എന്റെ മോൻ എവിടെയാണെന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അങ്ങേര് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നോളും എന്ന് മോഹിനി പറയുകയാണ്. ഈ സമയങ്ങളിൽ പ്രതാപനാണെങ്കിൽ സ്വയബോധം നഷ്ടപ്പെട്ട് റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ്. അതും ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ്, അതായത് വീട്ടിലിരിക്കുന്ന അതേ വേഷത്തോട് കൂടിയിട്ട് റോഡിലൂടെ നടന്നു പോകുന്നു. പെട്ടെന്നാണ് പ്രതാപൻ കണ്ണന്റെ അച്ഛൻ ബുള്ളറ്റിൽ വരുന്നത് പോലെ കാണുന്നത്. അയാളാണെങ്കിൽ പേടിച്ച് പറിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും കണ്ണന്റെ അച്ഛന്റെ ആത്മാവ് വിടാതെ തന്നെ പ്രതാപനെ പിന്തുടർന്ന് പോകുന്നുണ്ട്. അയാളാണെങ്കിൽ ഏതോ ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. എടാ പ്രതാപ, നീ എങ്ങോട്ടാ ഈ വേഷത്തിൽ പോയെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, അമ്മയെ വീണ്ടും ഞാൻ കണ്ടു അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ അലറിക്കരയുകയാണ്. എന്തായാലും താൻ ചെയ്ത ക്രൂരതകളൊക്കെ തന്നെ തിരിച്ചടിക്കുന്ന സമയം വന്നെത്തി എന്ന് പ്രതാപനും മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ മുത്തശ്ശിക്കും. പിന്നീട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയെ വകവരുത്താനായിട്ട് അവൻ സഞ്ചരിക്കുന്ന ആ വഴിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും മാർക്കോയുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ട്. ഉണ്ണി ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവരെ ഒന്നൊതുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സത്യങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ണി കണ്ടെത്തും. കണ്ണനും പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാനായിട്ട്, കാരണം രണ്ടടിയുടെ കുറവ് ഉണ്ണിക്കുണ്ട്. എന്തായാലും മാർക്കോയുടെ കയ്യിൽ കിട്ടുന്ന ഉണ്ണിയുടെ കാര്യവും കഷ്ടത്തിൽ തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.